എൻ്റെ ഇച്ഛ, ഞാനില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാ ഒരു ചായ ഇട്ട് കുടിക്കുക? നീ ഇല്ലെങ്കിൽ എന്ത്? ത്രേസ്യമ്മ ചേച്ചിയുടെ മോള് ടീന, അവള് വന്ന് ചായ ഇട്ട് തരും. ഓ, അവള് വന്നിട്ട് തരും അല്ലേ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. എന്ത്? അവള് വന്നിട്ട് തരും. എന്നാലേ ഇനി എല്ലാത്തിനും അവളെ അങ്ങ് വിളിച്ചാ മതി. അവളെ വിളിക്കായിരുന്നു, പക്ഷേ നീ അല്ലല്ലോ അവള്. പോയേ പോയേ വിട്ട് പിടി എൻ്റെ ഇച്ഛ. സഹിക്കാവുന്നതിലും അപ്പുറമായി, മതിയായി. നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങന്മാരും മറ്റുള്ളവരും മതിയല്ലോ, നമുക്കും ഉണ്ടൊരു മോള്. ആ, അതെങ്ങനാ? അങ്ങേരുടെ മനസ്സിൽ ഞങ്ങളില്ലല്ലോ. ഉള്ളതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൊണ്ട് കൊടുത്ത് തൊലച്ചില്ലേ? ഇങ്ങോട്ട് താ കൊച്ചേ. ഇങ്ങോട്ട് വാടി. കടക്കാര് വന്ന് ഇറക്കുന്നതിന് മുമ്പ് പോയേക്കാം. ഹലോ ചേച്ചി. ആ, എന്തടാ? ഞാൻ പറഞ്ഞ കാശിന്റെ കാര്യം. ഓ, അത് നടക്കില്ല. ചേച്ചി ഇത് ഏറ്റതല്ലേ? അത് നടക്കില്ല ജോബി.
ജോബി ഇതും പറഞ്ഞ് നീ എന്നെ വിളിക്കരുത്. ഞാൻ എവിടെ നിന്നുണ്ടാക്കാനാ ചേച്ചി അത് ഞാൻ നിങ്ങൾക്ക് അതേടാ, ഞാനാ എല്ലാത്തിനും കാരണം. ഇനി ഇതെല്ലാം കൂടെ എന്റെ തലയിലോട്ട് വെച്ചതാ. നിന്റെ ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ടല്ലേ ഇതെല്ലാം ഉണ്ടായത്. ഹലോ 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 എടാ ജോവിയേ, അപ്പൊ നീ വേറെ ഫോണിൽ നിന്ന് വിളിച്ചാൽ ഫോൺ എടുക്കല്ലേടാ? എത്ര നാള് നീ വിളിക്കൂടാ? അച്ചായ അത് നീ ഒരു പുണ്ണാക്കും ഇങ്ങോട്ട് പറയണ്ട. നീ എനിക്ക് തരാനുള്ള പൈസയാടാ ചോദിക്കുന്നത്. എത്ര നാളായടാ? ഇന്ന് എനിക്ക് എൻ്റെ പൈസ കിട്ടണം ജോവിയെ. അച്ചായ ഞാൻ പറയുന്നത് ജോവിയെ, എനിക്കൊന്നും കേൾക്കണ്ട. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായി എനിക്ക് എൻ്റെ പൈസ കിട്ടണം. നീ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. നീ നാട്ടിലെ വലിയ മാന്യനല്ലേടാ? നിന്റെ മാന്യത നാട്ടുകാരുടെ അറിയട്ടാ. ഓർമ്മയുണ്ടല്ലോ, ഇന്ന് വൈകിട്ട് 5 അച്ചായ മണി. പറയ നീ കൂടി എന്നെ കൈവിട്ടല്ലേ? ആരെല്ലാം കൈവിട്ടാലും നീ എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ വിശ്വസിച്ചു. എല്ലാം ഇവിടെ അവസാനിക്കുക.
എന്തോ ഏട്ടാ ഇത്, ഒന്ന് ഒതുങ്ങി പൊയ്ക്കൂടെ? തീരുമാനിച്ചുറപ്പിച്ചു അല്ലേ? പുച്ഛിച്ച് തള്ളണ്ട. ഇത്തിരി മുന്നേ നിന്റെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോയൊരു ചിത്രമുണ്ട്, നിന്റെ മകളുടെ. അതിൻ്റെ ആ ചിരിമായ ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ അവസ്ഥയ്ക്ക് നീ കൂടി ഉത്തരവാദിയാണ് ജോബി. കുറേയൊക്കെ ചിന്തിച്ച് തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഈ അവസ്ഥ നിനക്കൊരിക്കലും വരില്ലായിരുന്നു. ആൻസിയുടെ വാക്ക് കുറച്ചെങ്കിലും നീ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഇന്നവർ നിന്നോടൊപ്പം ഉണ്ടായിരുന്നേ. ഒരു പ്രതിസന്ധിയിൽ മരണമാണ് പ്രതിവിധിയെങ്കിൽ കുറച്ചു മുന്നേ നിന്റെ മുന്നിൽ കൂടി നിരങ്ങി നീങ്ങിയ ആ മനുഷ്യൻ എന്നേ ആ ജീവിതം അവസാനിപ്പിക്കാമായിരുന്നു. ആ മനുഷ്യന് മുന്നിലൂടെ എത്രയോ വാഹനങ്ങൾ കടന്നു പോകുന്നു. ഒരു നിമിഷം മതി എല്ലാം അവസാനിപ്പിക്കാൻ. ഏതോ ഒരു പ്രതീക്ഷയിൽ ആ മനുഷ്യനും ജീവിക്കുന്നു. നീയോ സ്വയം ജീവൻ തന്നെ ഇല്ലാതാക്കുന്നു. തീരുമാനം നിൻ്റേതാണ്. ഇനിയില്ലെന്നോർക്കണം, ഇനിയൊരു ജന്മം. എല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ജോബി. പപ്പാ വാ പപ്പാ. മോള് പോയി കളിച്ചോ. പപ്പാ വാ പപ്പാ. മോള് പോയി കളിച്ചോ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. പെട്ടെന്ന് വരണേ. ആ ജോയിച്ച, ജോയിച്ച, ഇത് കൊള്ളാലോ, പുതിയ ശീലങ്ങളൊക്കെ. ഇതിന്റെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാം ആയി. ഇച്ച നിങ്ങളിത് എന്ത് ഭാവിച്ചാ? നശിച്ചേ തീരുവല്ലേ? ഇതാർക്കൊക്കെയാന്ന് വെച്ചാ കൊണ്ട് കൊടുക്ക്. മേലിൽ എന്റെ വീട്ടുകാരെ ഇനി ഒന്നും പറയരുത്. അവസാനം അവര് തന്നെ വേണ്ടി വന്നു. ജോയിച്ച, എന്താ ഇത്? ജോബിച്ച, എന്താന്നാ ചോദിച്ചേ? ജോബിച്ച, നിങ്ങൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? ജോബിച്ചനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഒരല്പമെങ്കിലും സ്നേഹം ഞങ്ങളോടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളിത് ഞങ്ങളോട് ചെയ്യുമോ? ഈ ഒരവസ്ഥയിൽ ആരുമില്ലാണ്ടായപ്പോ കനലുകൾ നീറി മാഞ്ഞു പോയി ഉള്ളിൽ അലയടിക്കും സ്നേഹത്തിരയിൽ പുതുവസന്തം പൂത്തുലഞ്ഞു പുതിയൊരു ജീവിത കഥ പറയാൻ. പുതുവസന്തം പൂത്തുലഞ്ഞു
പുതിയൊരു ജീവിത കഥ പറയാൻ നൊമ്പരങ്ങൾക്ക് മീതെ പൊൻവെയിൽ പെയ്തിറങ്ങി നൊമ്പരങ്ങൾക്ക് മീതെ പൊൻവെയിൽ പെയ്തിറങ്ങി ഈ നിമിഷം സുഖനിമിഷം സാന്ദ്രലയങ്ങൾ തൻ നിമിഷം ഈ നിമിഷം സുഖനിമിഷം സാന്ദ്രലയ